കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ വളപ്പിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം. ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർത്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, ഈ അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ആര്യ, ഇന്നലെ സന്ധ്യയോടെ കൂടിയാണ് ഈ ആക്രമണം ഇവിടെ ഉണ്ടാവുന്നത്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ വളപ്പിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടാവുന്നത്. ആക്രമണത്തിൽ ഈ ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർത്ത നിലയിലാണ്. ഈ അക്രമ സംഭവങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഓഫീസിന്റെ അകത്തും അതുപോലെ തന്നെ ഓഫീസിന്റെ പുറത്തുമൊക്കെ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. അവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പുറത്തു പോയ സമയത്തായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ജീവനക്കാർ ഇവിടെ ഇല്ലാത്തതിനാൽ ആർക്കും ഈ സംഭവത്തിൽ പരിക്കേറ്റില്ല എന്നതും വലിയൊരു ആശ്വാസകരമാണ്. ഈ പ്രാണികൾ പരത്തുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്ന ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആരോഗ്യ വിഭാഗ കേന്ദ്രമാണ് ഈ വെക്ടർ കൺട്രോൾ യൂണിറ്റ്. സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഓഫീസിന് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിന് കാരണം നിലവിൽ വ്യക്തമല്ല. ഈ ഓഫീസിലെ ജീവനക്കാർ നിലവിൽ വെള്ളയിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വെള്ളയിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ മോഷണം നടന്നിരുന്നു. പമ്പ് സെറ്റുകളൊക്കെ ഉൾപ്പെടെ മോഷണം നടന്നിരുന്നു. അന്നും വെള്ളയിൽ പോലീസ് അന്വേഷിച്ച് ഇത്തരത്തിൽ മോഷ്ടാക്കളെ കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇത് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നത്. ഏതായാലും അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെള്ളയിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ആര്യ, ശരി. എന്തായാലും ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.